നമുക്കിന്ന് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ചീസ് പോപ്കോൺ വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചീസ് പൗഡർ റെഡിയാക്കണം. അതിനുവേണ്ടി ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ക്രംസ് ആദ്യം തന്നെ ഒരു പ്ലേറ്റിൽ സ്പ്രെഡ് ചെയ്യണം. 3-4 ബ്രെഡ് സ്ലൈസ് എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ നമുക്ക് ബ്രെഡ് ക്രംസ് റെഡിയാക്കാം. ബ്രെഡ് ക്രംസ് എല്ലാം പ്ലേറ്റിന് മുകളിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രോസസ്ഡ് ചീസ് എടുത്ത് ബ്രെഡ് ക്രംസിന്റെ മുകളിൽ കൂടി ഗ്രേറ്റ് ചെയ്തിടണം. ചീസിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി, ചീസ് ഒരുപാട് കൂടിക്കെടുക്കാൻ പാടില്ല. നമുക്കത് ബേക്ക് ചെയ്യാനുള്ളതാണ്. ഇപ്പൊ ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലൊരു പ്ലേറ്റ് വെച്ച് അതിന് മുകളിൽ ചീസിന്റെ പ്ലേറ്റ് വെച്ച് മൂടി വെക്കണം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്യണം. സ്റ്റൗവിന്റെ ഫ്ലെയിം അനുസരിച്ച് ടൈമിൽ വ്യത്യാസം ഉണ്ടാകും. മൈക്രോവേവ് ഉള്ളവർ അത് ഉപയോഗിക്കുന്നതാവും കൂടുതൽ നല്ലത്. ഇപ്പോൾ ചീസ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റി തണുത്തതിന് ശേഷം ഇതുപോലെ എടുത്ത് ഫോൾഡ് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്യണം. അതുപോലെ എരിവിനനുസരിച്ച് മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചീസിൽ ഉപ്പുണ്ട്, അതുപോലെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന പോപ്കോണിലും ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ചീസ് പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോപ്കോൺ റെഡിയാക്കാം. ബട്ടർ പോപ്കോൺ ആണ് റെഡിയാക്കുന്നത്. ഒരു അടി കട്ടിയുള്ള പാത്രം ചൂടാക്കണം. കുക്കറിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അതിനുശേഷം 1 ടീസ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ ബട്ടറും ആഡ് ചെയ്യണം. ഇനി ഡ്രൈ ആയിട്ടുള്ള കോൺ 1/4 കപ്പ് ആഡ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ബട്ടർ തന്നെ ആഡ് ചെയ്യരുത്, ഓയിലും കൂടി ആഡ് ചെയ്യണം. ബട്ടർ വേഗം തന്നെ ബേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ബട്ടറിൻ്റെ ഒപ്പം ഓയിൽ ആഡ് ചെയ്യുന്നത്. ലൈറ്റായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ കുക്കർ മൂടി വയ്ക്കാം. ടൈറ്റായിട്ട് മൂടരുത്. കോൺ പൊട്ടിത്തുടങ്ങുമ്പോൾ ഇടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കണം. ബട്ടർ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പോപ്കോൺ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ചീസ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബൗളൊന്ന് കവർ ചെയ്ത് ചീസ് പൗഡർ പോപ്കോണിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ ഷേക്ക് ചെയ്യണം. ചീസ് പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.